പടയനോട്ടത്തമ്മമാർ ദേവിമാർ സഹോദരി ഭാവേന വാഴുന്ന പടയനോട്ട ക്ഷേത്രത്തിലാണ് പൊങ്കാല സമർപ്പിക്കുകയാണ്. അമ്മയുടെ തിരുമുമ്പിൽ ഞങ്ങൾ മക്കൾ എല്ലാവരും പൊങ്കാല സമർപ്പിക്കുകയാണ്. അമ്മ അനുഗ്രഹിക്കണം ഞങ്ങളെ എന്ന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം രാജേന്ദ്രൻ വള്ളികുന്നം സമർപ്പിക്കുന്നു. എല്ലാ മക്കൾക്കും ഭൂമിയിലുള്ള സമസ്ത ചരാചരങ്ങൾക്കും സന്തോഷവും സുഖവും ആയുരാരോഗ്യ സൗഖ്യവും നൽകാൻ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പടയനോട്ടത്തമ്മമാരുടെ അനുഗ്രഹം എല്ലാ മക്കൾക്കും ഈ ഭൂമിയിലുള്ള സമസ്ത ചരാചരങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പൊങ്കാല സ്വീകരിച്ച് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ദേവിയുടെ പിറന്നാൾ ദിവസമായ ഇന്ന് രാവിലെ നമുക്ക് പൊങ്കാലയും അതിനുശേഷം നമുക്ക് ചതുശത നിവേദ്യം, അതായത് വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന നിവേദ്യവും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അത് ഭക്തജനങ്ങൾക്ക് ഒരു ഘട്ടം മാത്രം വർഷത്തിലൊരിക്കൽ കിട്ടുന്നതാണ്. നമ്മുടെ തന്ത്രി നേരിട്ട് വേദിക്കുന്ന നിവേദ്യമാണ്. അതുകൂടാതെ നമ്മുടെ വേദിക്കുന്ന ആ നിവേദ്യം നേരിട്ട് അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നേദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട് ആ നേദ്യത്തിന്. അപ്പോൾ അത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് നടക്കുന്നത്. അത് പൊങ്കാലയ്ക്ക് ശേഷം അത് നടക്കുന്നതാണ്. അതിനുശേഷം കലശം ഉണ്ടാവും. അതിനുശേഷം വൈകുന്നേരം മഹാദീപക്കാഴ്ചയുണ്ട്. ഇത് എൻ്റെ സെക്രട്ടറി ആയ എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഞാൻ പടയനോട്ടം ദേവീക്ഷേത്രത്തിലേക്ക് അമ്മയുടെ നിവേദ്യ മേടിക്കുന്നതിനും വൈകിട്ടത്തെ ദീപക്കാഴ്ചയിൽ പങ്കാളികളാവാനും വേണ്ടി എല്ലാവരെയും ഞാൻ ദേവീക്ഷേത്രത്തിലേക്ക് അമ്മമാരുടെ നാമത്തിൽ ഞാൻ എല്ലാവരെയും എല്ലാവർക്കും നമസ്കാരം. ഞാൻ വാസുദേവൻ പിള്ള, പടയനോട്ടം ദേവീക്ഷേത്രത്തിലെ സംബന്ധമായിട്ട് ഒരു പടയനോട്ടം അമ്മ സേവാ സമിതി എന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ളതാണത്. ഇപ്പോഴതിൻ്റെ രക്ഷാധികാരിയാണ് ഞാൻ. പടയനോട്ടം ക്ഷേത്രത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ വർഷം മണിസ്തൂപം നിർമ്മിച്ച് ക്ഷേത്രത്തിന് ഏപ്രിൽ 4-ാം തീയതി സമർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഒട്ടേറെ മനുഷ്യർക്ക് ഗുണകരമായ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഈ സമിതി. ചേട്ടാ, അതുപോലെ ഒരു കാര്യം, ഈ പൊങ്കാലയുടെ പ്രാധാന്യം, പിന്നെ നിങ്ങളുടെ ഇത് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ടല്ലോ, ക്ഷേത്ര പുനരുദ്ധാരണത്തിനും കാര്യങ്ങൾക്കുമൊക്കെ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഈ പൊങ്കാലയുടെ പ്രാധാന്യം, പൊങ്കാല പ്രധാനമായിട്ടും നടത്തുന്നത് അഭീഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരു 3, 5, 7 ദിവസങ്ങൾ, മിനിമം 3 ദിവസമെങ്കിലും വ്രതം നിന്ന് വേണം, വ്രതസിദ്ധിയോടുകൂടി വേണം ഈ പൊങ്കാല സമർപ്പിക്കാൻ. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അതിലേക്ക് ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് ദേവിമാർക്കാണ് പ്രധാനമായിട്ടും പൊങ്കാല ഇടുന്നത്. അപ്പോൾ ആ പൊങ്കാല നമ്മൾ വ്രതസിദ്ധിയോടുകൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം.